ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ അവരുടെ ഒരു ഫീലിങ്സും എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഫീൽ ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്കിവിടെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ വ്യക്തി നല്ല ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉള്ള, നല്ലൊരു അച്ചടക്കമുള്ള, അതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന, അതുപോലെയുള്ള അവരുടെ ഒരു ലൈഫ് അവർ നയിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു ഫോക്കസ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ നല്ല സെൽഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളാണ്. നല്ലൊരു കോൺഫിഡൻസോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി കൂടുതൽ സമയവും എഫേർട്ടും ഒക്കെ ഇട്ടിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഒരു പരിധിവരെ നിങ്ങളുടെ വ്യക്തിക്കും ഈ ഒരു കാര്യം നല്ല രീതിയിൽ അറിയാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിങ്ങളാണ് കൂടുതലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും എഫേർട്ട് ഇട്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ പേഴ്സണും നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിൽ പോയിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സെപ്പറേഷനിൽ വന്നത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചിരുന്നത് വളരെ ഒരു നിങ്ങൾ കൊടുക്കുന്ന ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെ അതേ രീതിയിൽ തന്നിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളാണ് അവർക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സണെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി കെയർ ചെയ്തിരുന്നു, നിങ്ങളെ വളരെ കാര്യമാണ് അവർക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഫാമിലിക്കും അറിയാവും, നിങ്ങൾക്കും അറിയാവുന്ന ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ആകാനും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെയായിരുന്നു നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ ഒരു തോന്നലുകളെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ പാസ്റ്റിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടത് നിങ്ങൾ എന്ന ഒരു വ്യക്തി മാത്രമാണെന്ന്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആക്ഷൻ കൊടുത്ത് ആ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത്
നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു എഫേർട്ട് കാണാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊരു വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആ ഒരു വിഷമം അവർക്ക് വല്ലാതെ അവരെ ആ ഒരു വിഷമം നിങ്ങളെ വല്ലാതെ നിങ്ങൾക്ക് വല്ലാതെ ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ തന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ, ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ലഭിച്ചിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക, നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യുമെന്നൊന്ന് കാണാം. ഞാനായിട്ട് ഇനി ഒരു എഫേർട്ടും ഇതിനകത്തേക്ക് എടുക്കുന്നില്ല, ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്ത് വരികയാണെങ്കിൽ വരട്ടെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് എസ്കേപ്പ് ആയി പോയി, അല്ലെങ്കിൽ ഒരു ദൂര സ്ഥലത്തേക്ക് മാറിപ്പോയി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചില ആളുകൾ രാജ്യം വിട്ട് തന്നെ പോയതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്ത് പോയതല്ല, പക്ഷെ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി വന്നപ്പോൾ നിങ്ങൾ അതൊരു അവസരമായി എടുത്ത് അങ്ങനെ മാറി എസ്കേപ്പ് ആയി പോയതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് അങ്ങ് പോയി, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ പോയ സമയത്ത് അതൊരു അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിലുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് പോയോ, ആ ഒരു രീതിയിലായിരുന്നു. കാരണം അവർക്ക് ഒത്തിരി ആളുകളുണ്ട്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, എല്ലാ രീതിയിലും അവർ ഓക്കെയാണ്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത്ര ഒരു സീരിയസ് ആയ രീതിയിലൊന്നും ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ എപ്പോഴും എവിടെയായിരിക്കുന്നോ ആ ഒരു സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ഒരു സന്തോഷമൊന്നും അവര് കണക്കിലെടുക്കാറില്ല. അവർ ഹാപ്പിയാണോ എന്നുള്ള രീതിയിൽ ഫാമിലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവർ ആ ഒരു സമയമൊക്കെ ചിലവഴിച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒന്നും അവർ ആ ഒരു സമയത്ത് ചിന്തിച്ചതായിട്ട് കാണുന്നില്ല. അവർ അവരുടെ ഫാമിലിയോടൊപ്പം തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡില് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ് 5 ഓഫ് പെന്റക്കിൾസ്. ഈ ഒരു കാർഡിൽ നമുക്ക് ഇവർക്ക് ഈ ഇത്തരത്തിൽ നിങ്ങൾ പോയതിനു ശേഷം ഫാമിലിയുമായിട്ടൊക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് ഒരു ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നത്. ഈ ഒരു സെപ്പറേഷന് ശേഷം ഇവർക്കൊരു ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയാണ് ജീവിതത്തിൽ. ഇവര് ജീവിതത്തിൽ ഭയങ്കര ഇതുവരെ ഫേസ് ചെയ്യാത്ത ഒരു ഹാർഡ് ടൈമിലൂടെ കടന്നു പോയപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർക്ക് എല്ലാം നഷ്ടമായി നിൽക്കുന്ന അവസരത്തിൽ ഇവർ മനസ്സിലാക്കുകയാണ് ആരൊക്കെയാണ് തൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് ഉള്ളത്, ആരൊക്കെ തൻ്റെ ഒപ്പം ഉണ്ടാകും, തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ഉള്ളത് എന്ന കാര്യം ഇവർ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇവർക്ക് നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം ഇവർക്കായിട്ട് ആരും ഒരു ടൈം കൊടുക്കുന്നില്ല. ഇവർക്ക് സാമ്പത്തികപരമായിട്ടും എല്ലാത്ത രീതിയിലും ഇവര് പിന്നോക്കം പോയൊരവസ്ഥയിൽ ഇവരെ പലരും തഴഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഒരു മോശ സമയത്ത് തൻ്റെ കൂടെ ആരുണ്ടാകും എന്ന കാര്യം ഇവര് മനസ്സിലാക്കി. അപ്പോൾ അതൊക്കെ അവർക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അവർ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് കയറി വന്നതായിട്ടും പോസിറ്റീവ് മൈൻഡ് ബിൽഡപ്പ് ചെയ്തെടുത്തതായിട്ടും ശരിക്കും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുവെങ്കിലും അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടാമത് ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങി അത് റീബിൽഡ് ചെയ്ത് അവർക്കൊരു സ്റ്റെബിലിറ്റിയിലേക്ക്, ഒരു പ്രോഗ്രസ്സിലേക്ക് അവരെത്തി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു കഷ്ടകാലം കഴിഞ്ഞ് അവർ നല്ലൊരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഈ ഒരു സമയത്ത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്നൊരു കാർഡ് സോർട്സിന്റെ കാർഡാണ് 5 ഓഫ് സോർട്സ്. 5 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു റീകൺസിലേഷൻ കാർഡ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയതായിട്ട് ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട്, നിങ്ങൾ ഒരു റീകൺസിലേഷനിലേക്ക് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായ രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഒരു ഹെൽത്തി കോംപ്രമൈസിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ല രീതിയിൽ, നല്ല ഒരു സെറ്റായ രീതിയിൽ പോകണം എന്നും നിങ്ങളോടൊപ്പം ഒരു നല്ല ഹാപ്പി ഫാമിലി ലൈഫ് ലോങ് ടൈം കമ്മിറ്റ്മെന്റോടുകൂടി അത് നടത്തണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണുന്നത്. അതാണ് അവരുടെ ഒരു മെയിൻ ഫീലിങ്സ് ആയിട്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വരുന്നത് ഇത് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു പെന്റിക്കിൾസ് കാർഡ് വഴിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ്, നിങ്ങൾ ഇപ്പോൾ ഒരു പേഴ്സൺ നിങ്ങളെ റീകൺസിലേഷനോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടോ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഓഫർ സ്വീകരിച്ച് നിങ്ങളൊരു റീസ്റ്റാർട്ടിലേക്ക് പോവുക, ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് തന്നെ പോവുക. പക്ഷെ പോകുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റേബിൾ ആയ രീതിയിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈപ്പിടിയിലായിരിക്കണം. നിങ്ങളത് മാനേജ് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന്, അത് നിങ്ങളുടെ കൈകളിൽ നിന്ന് വിട്ട് കളയരുത് എന്നുള്ളൊരു കാര്യം. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ അവരെ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒത്തിരി അങ്ങ് കയറ്റി ഇടപെടുത്തരുത് എന്നുള്ള ഒരു യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ആണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഭാവിയിൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് മെസ്സേജ് ഇവിടെ കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നൈറ്റ് ഓഫ് വാൻസ് ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാർഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അവർ തേടി വരട്ടെ എന്നൊരു രീതിയിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളത്. അത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പൊ ആ ഒരു കാര്യം വിജയം കണ്ടിരിക്കുന്നു, സക്സസ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എടുത്ത ഒരു ആക്ഷന് നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്കൊരു വിജയം, സക്സസ് ഇവിടെ ലഭിച്ചിരിക്കുന്നു. നിങ്ങളെ ആവശ്യമുണ്ട് അവർക്ക് എന്ന് പറയാനായിട്ട് അവർ നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു റീകൺസിലേഷനിലേക്ക് വരണം എന്ന് പറയാനായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും വളരെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ഇനി എന്ത് അഡ്വഞ്ചർ ഉണ്ടായാലും, അത് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങളുടെ എഫേർട്ടിന് ഒരു ഫലം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി എഫേർട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടാകാം, ഒത്തിരി എഫേർട്ട് ഇട്ട ഒരു വ്യക്തി തന്നെയായിരിക്കാം. പക്ഷെ ആ സമയത്തൊന്നും നിങ്ങൾക്ക് ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടിയില്ല. യാതൊരു കെയറിങ്ങോ സ്നേഹമോ ഒന്നും സമയമോ ഒന്നും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ എഫേർട്ടിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഒരു കംപ്ലീഷൻ ആകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള ആ ഒരു ജേർണിയിൽ ഒരു കംപ്ലീഷൻ വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിന് വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും അത് തന്നെയാണ് ആവശ്യം. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് സക്സസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു സക്സസിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു ഓക്കെ ആയി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡിൽ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്, എല്ലാം ഓക്കെ ആവുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരുന്നു, നിങ്ങളെ ആവശ്യപ്പെട്ടിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, നിങ്ങൾ നൽകിയ അതേ രീതിയിലെ സ്നേഹം തിരിച്ചു നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു നിറഞ്ഞ സ്നേഹം വളരെ പാഷനേറ്റോടു കൂടി വന്ന് നിങ്ങൾക്ക് തരണമെന്നും ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിലേക്ക് വരണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതങ്ങനെ നടക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഉറപ്പിച്ചു പറയാനായിട്ട് നമുക്ക് പറ്റും. ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരോടും എല്ലാം പറയാതിരിക്കുക എന്ന് പറയുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യൂണിവേഴ്സ് എന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോൾ ഇമാജിനറി ആയിട്ട് പലരോടും, ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അടുത്ത ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ നമ്മളിങ്ങനെ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ പറയും, ഞങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വന്നു, ഞങ്ങൾ ഭയങ്കര ഇതിൽ സെറ്റില് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ
നിങ്ങൾ നല്ല രീതിയിൽ പോകാനായിട്ട് ഒട്ടും ആഗ്രഹിക്കാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങളോട് അസൂയ തോന്നുകയും അതൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമാകുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പച്ച പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ വന്നു ഒന്ന് സ്റ്റേബിളായി നിന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്സിലേക്ക് ആയതിനു ശേഷം മാത്രം ആളുകളുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് കിട്ടുന്നത് ഐ ലവ് യു ആസ് യു ആർ. ഓക്കെ, ഇപ്പോഴാണ് അവർ ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സ്നേഹിച്ചതുപോലെ തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, എൻ്റെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. എന്താണ് നടന്നത്, എൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ സത്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് ഇപ്പോഴവർ റെഡിയാണ് എന്നാണ് പറയുന്നത്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിന്നോടുള്ള ആ ഒരു ഫീലിങ്സ് ഇത്രയും നാൾ ഞാൻ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു, ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, എൻ്റെ ജീവിതം ഒരു വിലയുമില്ലാത്തതാണ്, നീ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആരുമില്ല, വർത്ത്ലെസ് ആണ് എൻ്റെ ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നു. ഓക്കെ, ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഒരു പ്രശ്നങ്ങൾ വന്നാൽ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. അതൊക്കെ എന്ത് കാര്യം, ഞാനിപ്പോൾ ഈ കാർഡിൽ ഓൾറെഡി പറഞ്ഞു, അഡ്വഞ്ചേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങളുടെ എന്ത് തടസ്സങ്ങൾ, എന്ത് സാഹസികതയും കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അരിയിലേക്ക് വരാനായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, I hope the future will bring us together because I love you more than you know. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ ഒന്നായി തീരുമെന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. കാരണം നീ വിചാരിക്കുന്നതിലും ഒത്തിരി അധികമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യവും ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.